തിരുവല്ലയിൽ നടക്കുന്ന MG സർവകലാശാല വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നോടൊപ്പമുള്ളത് കേരളത്തിൽ ആർക്കും കണ്ടാൽ മനസ്സിലാകുന്ന പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. പറയുന്നില്ല, നേരിട്ട് പറയാം. നമ്മുടെ ശിവാനി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണോ MG കലോത്സവത്തിൽ? അതെ, എൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ആദ്യത്തെ സ്റ്റേജാണ്. എന്ത് തോന്നുന്നു ഇവിടെ എത്തിയിട്ട്? സന്തോഷം, ഒത്തിരി സന്തോഷം. രണ്ടായിട്ടാണുള്ളത്, മോണോ ആക്റ്റും ഹിന്ദി റിസിറ്റേഷനുമാണ്. മോണോ ആക്ട് ആദ്യത്തെ ദിവസമായിരുന്നു, 28-ാം തീയതി. ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. ഇവിടെ തന്നെ നടന്ന മറ്റേ ആരൻ ഷിറിൻ എന്ന കുഞ്ഞുമോളുടെ അവയവദാന ചിത്രത്തിൻ്റെ നിർവചനം നൽകിയ ആ ഒരു മോളുടെ കഥയാണ് മോണോ ആക്റ്റായിട്ട് ചെയ്തത്. ഹിന്ദി റിസിറ്റേഷൻ 4-ാം തീയതിയാണ് ഉള്ളത്. അത് എല്ലാവരും കേരളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇതായിരുന്നു അല്ലേ, ആലിൻ ഷിറിൻ്റെ ഇത്? അത് നേരത്തെ നമ്മൾ വിചാരിച്ചിട്ടാണോ അങ്ങനെ? അല്ല, ആക്ച്വലി ഞാൻ കലോത്സവത്തിനൊരു 3 ദിവസം മുന്നെയാണ് ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നത്. എൻ്റെ മാഷ് കലാഭവൻ നൗഷാദ് മാഷാണ് ഈ ഒരു ടോപ്പിക്ക് ഇത് തന്നെ നീ ചെയ്യും, കാരണം ആ മണ്ണിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ മണ്ണിന് അത്ര സവിശേഷത നൽകുന്നൊരു കാര്യം തന്നെ ചെയ്യണം, അങ്ങനത്തെ ഒരു ടോപ്പിക് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധം മാഷിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ഐറ്റം എടുത്തത്. കോളേജിൽ നിന്നാണോ എല്ലാവരും കൂടെ? അതെ, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിലെ ഫസ്റ്റ് ഇയർ സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഞങ്ങളുടെ ഫുൾ ടീമുണ്ട്. ഇപ്പോൾ തന്നെ 4-5 ഐറ്റം കഴിഞ്ഞു നമ്മുടെ. ഇനിയിപ്പോൾ നാടൻ പാട്ടിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റേ ഇവിടെ തിരുവല്ല തന്നെയാണ്. നമുക്ക് 5-ാം തീയതി വരെ ഒട്ടനവധി ഐറ്റംസ് ഉണ്ട്, ഗ്രൂപ്പും ഇൻഡിവിജ്വലൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഓട്ടൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. അടുത്ത പരിപാടികളിലൊക്കെ പ്രിപ്പയർ ചെയ്തു? ഇപ്പോൾ ഹിന്ദി റെസിറ്റേഷൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. ചേട്ടൻ എന്നെ കണ്ടത് കുത്തിയിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു, അപ്പോഴാണ് കണ്ടത്. അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് പിന്നെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നന്നായിരിക്കുന്നു, ഷൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. ഇപ്പം നാടകോത്സവവും കലോത്സവം ഒക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. അപ്പം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എവിടെയാണോ നിർത്തിപ്പോയോന്നൊക്കെ. ഇല്ല, കല എല്ലാ രീതിയിലും വേണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ബാക്കിലേക്ക് നിൽക്കുകയാണ്. ഉടനെ തന്നെ തിരിച്ച് ഷൂട്ടിലേക്കും ലൊക്കേഷനിലേക്കും ഉപ്പുമുളയിലൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ഈ കലോത്സവത്തിൽ മാത്രമല്ല, ഈ ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് എങ്ങനെ ഈ ഷൂട്ടിനിടയിലൊക്കെ പോകുന്നുണ്ട്? നിങ്ങൾക്ക് അറ്റൻഡൻസ് ഭയങ്കര മസ്റ്റാണ്. അതുകൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ എന്തായാലും കോളേജിൽ പോകും. ശനിയും ഞായറും മാത്രമാണ് ഇപ്പോൾ ഷൂട്ടിനായിട്ട് പോകുന്നത്. അപ്പോൾ അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ക്ലാസ്സിലും കയറുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് വിശ്വാസം. കോളേജിൽ വന്നിട്ട് എങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്? പിന്നെ ഡെഫിനറ്റ്ലി സ്കൂൾ കലോത്സവത്തിൽ നിന്ന് കോളേജ് കലോത്സവത്തിലുള്ള മാറ്റം ശരിക്കും ഭയങ്കര റെക്കഗ്നൈസബിൾ ആണ്. മറ്റേത് കുറച്ചും കൂടെ ഒരു വേദികളെന്നും ഒരുപോലെ തന്നെയാണ്, പക്ഷേ അതിനകത്ത് വരുന്ന ആശയങ്ങളും പങ്കെടുക്കുന്ന ആൾക്കാരും അവരുടെ പ്രായവും ഒക്കെ ഒത്തിരി മാറുമ്പോഴത്തേക്കും സാധ്യതകളുടെ പുതിയൊരു ലോകമാണ് തുറന്നു വരുന്നതെന്ന് ശരിക്കും തോന്നി ഈ ഒരു കലോത്സവത്തിന് വന്നപ്പോഴത്തേക്കും. 2 മത്സരം കഴിഞ്ഞല്ലേ? ഇല്ല, ഒരു മത്സരം കഴിഞ്ഞു, ഒരെണ്ണം കൂടി ഉണ്ട് എൻ്റെ. മോണോ ആക്ട് കഴിഞ്ഞു, ഇനിയും ഉണ്ട് മത്സരങ്ങൾ. അതിലെല്ലാം വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് ആ ഒരു ഷോ പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ആശംസകൾ. ക്യാമറമാൻ രതീഷ് മാടമ്പശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.